റബ്ബോട് തുറന്നില്ല. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ ചെയ്യാൻ? മക്കള് വാപ്പനെയും അമ്മനെയും കുടുംബത്തിനെയും വെട്ടിക്കൊല്ലുന്ന കാലം, സഹപാഠിയെ അടിച്ചു കൊല്ലുന്ന കാലം, ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ വാപ്പനെയും ഉമ്മനെയും സഹോദരനെയും വെട്ടിക്കൊന്ന കാലം, ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്താ ചെയ്യാൻ? ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. എനിക്കൊക്കെ ദർശനം പഠിച്ചിരുന്ന കാലത്ത് ഒരു തെറ്റിയതിന്റെ പേരിൽ 50-60 അടി കൊണ്ട് ഞാൻ നന്നായി. ഇപ്പൊ 4 ആളെ മുമ്പിൽ നിന്ന് ഒരാളെ പേടിക്കാതെ സംസാരിക്കാനോ ഒരാളും തെറ്റാതെ പൊതുപയോഗം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അന്നത്തെ ആ ശിക്ഷണം അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മളെ ഒരു മക്കൾ നമ്മളോടൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ നമുക്ക് അവർക്ക് നമ്മളൊന്ന് കണ്ടു കിട്ടിയാൽ നമ്മൾ മോസ്കോ കേസിൽ സംവിധാനം അങ്ങനെയാണ്. ആ സംവിധാനത്തിൽ ലോകത്തോട്ട് പോയാൽ ഒരു തരത്തിലും നമ്മുടെ സമുദായത്തിന് നാട് നന്നാക്കാൻ കഴിയില്ല. ഒരു അധ്യാപകർക്ക് മക്കളെ ശ്രമിക്കാൻ കഴിയുന്നില്ല. ഒരു ബാപ്പക്കോ മാതാപിതാക്കൾക്ക് മക്കളോടൊന്നും കണ്ടു കിട്ടാൻ കഴിയുന്നില്ല. അവരവരുടെ തെറ്റ് ചെയ്താൽ അതിനെ ഉപദേശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നിയമങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? നമ്മൾ അള്ളാഹുവിനോട് ദുആ അല്ലാഹു തആല എല്ലാ വാഹനത്തിനും സന്തോഷത്തിലും ആക്കി തരട്ടെ. നമ്മൾ സ്മരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെള്ളിയാഴ്ച വരുന്ന ആളുകൾ, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ.